പി.വി. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവറിന്റെ ഉദ്ദേശ്യം വ്യക്തമാണെന്നും അത് അൻവർ തന്നെ വ്യക്തമാക്കിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിനീത വി.ജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, ഉദ്ദേശം വ്യക്തമാണ് എന്ന് പിണറായി പറയുമ്പോൾ അതിൽ നിന്ന് ഭംഗ്യന്തരേണ മനസ്സിലാക്കേണ്ടത് ലക്ഷ്യം താൻ തന്നെയാണ് എന്ന് അൻവർ പ്രഖ്യാപിച്ചു എന്നാണ്. എന്നാൽ ചോദ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഇത്രമാത്രം പറഞ്ഞ് പിണറായി പിൻവാങ്ങിയതിൻ്റെ കാരണം എന്താണെന്നാണ് ലഭിക്കുന്ന സൂചന? തീർച്ചയായും വേണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച് തന്നെ തുടങ്ങിയത്. ഈ അൻവറിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ ആ പ്രതികരണത്തിൽ നിന്ന് ബോധ്യമായതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒരിക്കൽ കൂടി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളുക തന്നെയാണ് ഉണ്ടായത്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞാൻ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടന്നു വരികയാണ്. അതിനിടയിൽ ഇത്തരത്തിലേക്കുള്ളൊരു ആരോപണങ്ങളുമായി വീണ്ടും അദ്ദേഹം രംഗത്തെത്തുമ്പോൾ അതിനു പിന്നിൽ എന്താണ് എന്നത്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് വിനീത ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇടതുമുന്നണിക്കെതിരെ എന്നുകൂടി പിണറായി പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ അന്വേഷണം നിഷ്പക്ഷമായി നടക്കുമെന്ന് പിണറായി ഉറപ്പ് നൽകുന്നതും. അപ്പോൾ CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ ഈ വിഷയത്തിൽ പിണറായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, CPI വിശ്വാസത്തിലെടുക്കുന്നു, അന്വേഷണം നിഷ്പക്ഷമായി പോകുമെന്ന വാക്ക് അദ്ദേഹം ആവർത്തിക്കുക വഴി അങ്ങനെ കൂടെയാണോ പിണറായിയുടെ ഈ ഇടതുപക്ഷത്തിനെതിരെ എന്ന പ്രയോഗത്തിന്റെ പശ്ചാത്തലം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനോടകം തന്നെ പി.വി. അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഈ ആരോപണങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് നേരിടാൻ തന്നെയായിരിക്കണം ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേണു സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ ഈ കാര്യത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നും അതിൽ നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇടതുമുന്നണിയെ ഒന്നിച്ചാക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങളെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുന്നണിക്കും പാർട്ടിക്കുമെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം താൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റു ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മൾ തയ്യാറായിരുന്നുവെങ്കിലും അത്തരം ചോദ്യങ്ങളോടൊന്നും താൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അതിൽ വിശദമായി താൻ പിന്നീട് മറുപടി പറയുമെന്നാണ് പറയുന്നത്. ഒറ്റ വരിയിൽ പി.വി. അൻവറിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. അദ്ദേഹം തന്നെ അക്കാര്യം പറഞ്ഞതുമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പിന്നാലെ ഇതാ പറയുന്നു, മുന്നണിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ താൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങളാണ് ഇന്നലെ അദ്ദേഹം സർക്കാരിനെതിരെ ഉപയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. വേണു, ശരി, വളരെ കുറച്ച് വാക്കുകൾ, പക്ഷേ പാർട്ടിക്കും മുന്നണിക്കും കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വാക്കുകൾ. അതായിരുന്നു പിണറായിയുടെ പ്രതികരണം. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.